മലയാള സിനിമയുടെ ചരിത്രത്തിൽ തുടക്കത്തിൽ നായകന്റെ കൂടെ വെറും ഒരു സൈഡ് ക്യാരക്ടറായി വന്ന് പിന്നീട് അതേ നായകനെ തന്നെ ചവിട്ടി നായകനേക്കാൾ വലിയ സ്റ്റാറായ കഥകൾ ഒരുപാടുണ്ട്. ആദ്യ സിനിമയിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടായും വില്ലനായും സപ്പോർട്ടിംഗ് റോളായും ഒക്കെ അഭിനയിച്ചിട്ടുള്ളവരുമുണ്ട്. അതിലാദ്യം നമ്മുടെ കറണ്ട് ജനറേഷനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ മാത്യു തോമസും നസ്ലനും. ഇപ്പോൾ നസ്ലൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ യങ് സ്റ്റാർസിൽ ഒരാളാണ്. 100 കോടി ബോക്സ് ഓഫീസ് ക്ലബ്ബ്, ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്, ഹ്യൂജ് ഫാൻ ഫോളോയിങ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. 2019 കുമ്പളങ്ങി നൈറ്റ്സ് റിലീസ് ചെയ്ത് മാത്യു തോമസ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് യങ് ആക്ടറായി മാറിയ സമയം. ആ സിനിമയിലെ ഫ്രാങ്കി എന്ന കഥാപാത്രം മാത്യൂസിന് വലിയ റെക്കഗ്നേഷൻ നൽകി. ഇൻഡസ്ട്രി മുഴുവൻ മാത്യൂസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. സിനിമയുടെ മെയിൻ ഹീറോ മാത്യു തോമസ്. പോസ്റ്റേഴ്സ് നോക്കിയാലും പ്രൊമോഷൻസ് നോക്കിയാലും ഇൻ്റർവ്യൂസ് നോക്കിയാലും എല്ലാ ഫോക്കസും മാത്യൂസിലായിരുന്നു. കാരണം അന്നത്തെ മാർക്കറ്റ് വാല്യൂ പ്രകാരം അതാണ് സ്വാഭാവികം. അതേസമയം നസ്ലൻ മാത്യുവിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ മാത്രം. മെൽവിൻ എന്ന ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ. അന്നാരും ചിന്തിച്ചിരുന്നില്ല ഈ സൈഡ് ക്യാരക്ടർ ഒരിക്കൽ മെയിൻ ഹീറോയേക്കാൾ വലിയ സ്റ്റാർ ആകുമെന്ന്. പക്ഷേ സിനിമ റിലീസായതോടെ തിയേറ്ററിൽ ഒരു വേറിട്ട സംഭവം നടന്നു. ഓഡിയൻസ് ചിരിച്ചത്, വിസിലടിച്ചത് കൂടുതലും നസ്ലൻ്റെ ഡയലോഗ്സ് ആയിരുന്നു. മെൽവിൻ എന്ന കഥാപാത്രം സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായി. ഒരു സപ്പോർട്ടിംഗ് റോൾ ആയിരുന്നിട്ടും സിനിമ കഴിഞ്ഞ് ആളുകൾ കൂടുതൽ സംസാരിച്ചത് നസ്ലനെ കുറിച്ചായിരുന്നു. അവിടെ തുടങ്ങി ഒരു പുതിയ ജേർണി. അതിനുശേഷവും ഇരുവരും ഒന്നിച്ച് സിനിമകൾ ചെയ്തു. ജോ ആൻഡ് ജോ, 18+. ഈ സിനിമകളിലും മാത്യു ലീഡ് ഹീറോ ആയിരുന്നെങ്കിലും നസ്ലൻ്റെ സ്ക്രീൻ പ്രസൻസ് ഓരോ സിനിമ കഴിയുന്തോറും വളർന്നു. പക്ഷേ എല്ലാം മാറ്റിമറിച്ചത് ഒരു സിനിമയാണ്, പ്രേമലു. ആ സിനിമ റിലീസായതോടെ നസ്ലൻ മലയാള സിനിമയിലെ നെക്സ്റ്റ് ബിഗ് തിങ് ആയി മാറി. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തെലുങ്ക് സംസ്ഥാനങ്ങളിലും പ്രേമലു വലിയ സക്സസ് ആയി. നസ്ലിന് പുതിയ മാർക്കറ്റ് തുറന്നു. ഇന്ന് നസ്ലൻ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ തന്നെ വലിയ ഡിസ്കഷനാണ്. ഓപ്പണിംഗ് കളക്ഷൻ, തിയേറ്റർ റഷ്, സോഷ്യൽ മീഡിയ ഹൈപ്പ് എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ലെവൽ. അതേസമയം കരിയർ തുടങ്ങുമ്പോൾ മെയിൻ ഹീറോ ആയിരുന്ന മാത്യുവിനേക്കാൾ ഇന്ന് വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള യുവതാരങ്ങളിൽ ഒരാളാണ് നസ്ലിൻ. ഇതാണ് സിനിമ. ഇവിടെ ആദ്യ സിനിമയിൽ ആരാണ് ഹീറോ എന്നതല്ല പ്രധാനപ്പെട്ടത്. ഓഡിയൻസ് ആരെയാണ് ഏറ്റെടുക്കുന്നത് അവരാണ് ഒടുവിൽ മുന്നിലെത്തുന്നത്. അതുകൊണ്ടാണ് ഒരു സൈഡ് ക്യാരക്ടറായി തുടങ്ങിയ നസ്ലൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ യൂത്ത് ഐക്കൺസിൽ ഒരാളായി മാറിയത്. പക്ഷേ ഇനി പറയാൻ പോകുന്ന എക്സാമ്പിൾ ഇതിലും കൂടുതൽ ഷോക്കിംഗ് ആണ്. കാരണം ഇവിടെ മെയിൻ ഹീറോ അല്ല, മെയിൻ ഹീറോയിനാണ് സൈഡായത്. ഒരു സിനിമയിൽ ലീഡ് ഹീറോയിൻ ആയിരിക്കുക എന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണെന്ന് നമ്മൾ കരുതും. പക്ഷേ മലയാള സിനിമയിൽ അതിനെ പൂർണ്ണമായും തെറ്റിച്ച ഒരു കരിയർ ഷിഫ്റ്റ് അടുത്തിടെ ഉണ്ടായി. അതാണ് അനശ്വര രാജനും മമിത ബൈജുവും. കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. 2019 ഉദാഹരണം സുജാതയിലൂടെ ശ്രദ്ധ നേടിയ ശേഷം തണ്ണീർമത്തൻ ദിനങ്ങൾ റിലീസ് ചെയ്യുന്നു. ആ സിനിമയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ലീഡ് ഹീറോയിൻ അനശ്വര രാജനായിരുന്നു. അന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ റെക്കഗ്നേഷൻ ലഭിച്ച പുതിയ നടിമാരിൽ ഒരാളായിരുന്നു അനശ്വര. അതിനുശേഷം വാങ്ക്, അവിയൽ, സൂപ്പർ ശരണ്യ തുടർച്ചയായി നല്ല കഥാപാത്രങ്ങൾ. ഇൻഡസ്ട്രിയിൽ പലരും അനശ്വരയെ മലയാള സിനിമയുടെ അടുത്ത വലിയ ഫീമെയിൽ സ്റ്റാറായി കാണാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റൊരു പെൺകുട്ടി പതിയെ തൻ്റെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത്, മമിത ബൈജു. അന്നത്തെ സിനിമകളിൽ മമിതയ്ക്ക് ലഭിച്ചിരുന്നത് കൂടുതലും സപ്പോർട്ടിംഗ് റോൾസ്, ഫ്രണ്ട് ക്യാരക്ടർ, കോളേജ് മേറ്റ്, ഹീറോയിൻ്റെ കൂട്ടുകാരി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പുള്ളിക്കാരിക്ക് വലിയ ഹൈപ്പോ വലിയ മാർക്കറ്റോ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, എത്ര ചെറിയ കഥാപാത്രമായാലും ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ്. അത് ആദ്യമായി എല്ലാവരും നോട്ടീസ് ചെയ്തത് സൂപ്പർ ശരണ്യയിലാണ്. സോന എന്ന ക്യാരക്ടർ. സ്ക്രീൻ ടൈം വളരെ കൂടുതലായിരുന്നില്ല, എന്നാൽ വന്ന ഓരോ സീനിലും മമിതയുടെ എനർജി വേറിട്ടു നിന്നു. പല റിവ്യൂസിലും മമിതയുടെ പെർഫോമൻസ് പ്രത്യേകം മെൻഷൻ ചെയ്യപ്പെട്ടു. അതൊരു തുടക്കം മാത്രമായിരുന്നു. കാരണം ആർക്കും അപ്പോൾ അറിയില്ലായിരുന്നു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ പെൺകുട്ടി സൗത്ത് ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്ന പേരായി മാറുമെന്ന്. അങ്ങനെ എത്തി പ്രേമലു, സച്ചിൻ, റീനു. അവരുടെ പ്രണയകഥ റിലീസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്റേഴ്സിൽ എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ്. പിന്നെ വേർഡ് ഓഫ് മൗത്ത്, ഫാമിലി, യൂത്ത്, റിപ്പീറ്റ് ഓഡിയൻസ് എല്ലാവരും സിനിമ ഏറ്റെടുത്തു. അതോടൊപ്പം മമിത ബൈജു എന്ന പേര് കേരളവും കടന്ന് തമിഴ്നാട്, തെലുങ്ക് സംസ്ഥാനങ്ങൾ വരെ എത്തി. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കുതിച്ചുയർന്നു, ഫാൻ പേജസ് വർദ്ധിച്ചു, ഇൻ്റർവ്യൂ റിക്വസ്റ്റും വർദ്ധിച്ചു, ബ്രാൻഡ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു സിനിമ കൊണ്ട് തന്നെ മമിതയുടെ ക്യാരക്ടർ മറ്റൊരു ലെവലിലേക്ക് എത്തി. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രോമിസിംഗ് യങ് ആക്ട്രസിൽ ഒരാളായി മമിതയെ കണക്കാക്കുന്നു. ഇവിടെയാണ് ഈ കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കരിയറിൻ്റെ തുടക്കത്തിൽ കൂടുതൽ റീച്ച് ഉണ്ടായിരുന്നത് അനശ്വരയ്ക്കായിരുന്നു. മെയിൻ റോൾസ്, അവാർഡ്സ് എല്ലാം അനശ്വരയുടെ ഭാഗത്തായിരുന്നു. പക്ഷേ സമയം മാറിയപ്പോൾ ഒരു സപ്പോർട്ടിംഗ് ആക്ട്രസായി തുടങ്ങിയ മമിത സ്വന്തം ടാലൻറ്റ് കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ഇന്ന് വലിയ ഫാൻ ബേസ് ഉള്ള യങ്സ്റ്റാറായി മാറി.
ഇനി പറയാൻ പോകുന്ന കഥ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റന്റ് കരിയർ ഷിഫ്റ്റുകളിൽ ഒന്നാണ്. കാരണം ഇവിടെ ഒരാളുടെ കരിയർ മാറാൻ വർഷങ്ങൾ വേണ്ടി വന്നില്ല, ഒരു സോങ് മാത്രം മതിയായിരുന്നു. അതെ, നമ്മൾ പറയുന്നത് നൂറിൻ ഷെരീഫിനെയും പ്രിയ വാര്യരെയും കുറിച്ചാണ്. 2018 ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ഒരു അഡാർ ലവ് എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് വരുന്നു. ആദ്യം മുതൽ ആ സിനിമയുടെ മെയിൻ ലീഡ് ഹീറോയിൻ നൂറിനായിരുന്നു. പോസ്റ്റേഴ്സ്, പ്രൊമോഷൻ, മീഡിയ കവറേജ് എല്ലായിടത്തും കൂടുതൽ ഫോക്കസ് നൂറിനായിരുന്നു. അതേസമയം പ്രിയ വാര്യർ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. ആ സമയത്ത് ആരും കരുതിയിരുന്നില്ല സെക്കൻഡുകൾ മാത്രം നീളുന്ന ഒരു സീൻ ഒരു പുതിയ താരത്തെ ജനിപ്പിക്കുമെന്ന്. പിന്നീട് സോങ് റിലീസായി, മാണിക്യമലരായ പൂവി. ആ പാട്ട് വന്നതിന് ശേഷം നടന്നത് മലയാള സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ എക്സ്പോഷൻ തന്നെയായിരുന്നു. പ്രിയയുടെ ഒരു വിങ്ക്, അത്രമാത്രം. ആ ഒരൊറ്റ എക്സ്പ്രഷൻ കേരളവും കടന്ന് ഇന്ത്യ മുഴുവൻ, പിന്നീട് ഇന്റർനാഷണൽ മീഡിയ വരെ. ഒരു രാത്രി കൊണ്ട് പ്രിയയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ലക്ഷങ്ങളിൽ നിന്ന് മില്യണുകളിലേക്ക് കുതിച്ചു. ദേശീയ മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങൾ, യൂട്യൂബ്, എവിടെയും ഒരേ ഒരു പേര്, പ്രിയ വാര്യർ. സിനിമ റിലീസാകുന്നതിന് മുമ്പേ പ്രിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയിരുന്നു. അതോടെ ആ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഡിസ്കഷൻസും പതിയെ പ്രിയയെ ചുറ്റിപ്പറ്റിയായി. ഓഡിയൻസിന്റെ മുഴുവൻ ക്യൂരിയോസിറ്റിയും എല്ലാം പ്രിയയിലേക്കായിരുന്നു. തുടർന്ന് സിനിമയിൽ പ്രിയയുടെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. വലിയ പ്രതീക്ഷകളോടെ ലീഡ് ഹീറോയിനായി അവതരിപ്പിക്കപ്പെട്ട നൂറിന് സിനിമയുടെ റിലീസ് സമയത്ത് ആ സ്പോട്ട്ലൈറ്റ് പങ്കിടേണ്ടി വന്നു. ഇതാണ് സിനിമയുടെ അൺപ്രഡിക്റ്റബിലിറ്റി. വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടാത്ത ഫെയിം ചിലപ്പോൾ ഏതാനും സെക്കൻഡ്സ് മാത്രം ദൈർഘ്യമുള്ള ഒരു സീൻ കൊണ്ട് ലഭിക്കും. ഇനി പറയാൻ പോകുന്ന കഥ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കരിയർ കമ്മപ്പുകൾ ഒന്നാണ്. കാരണം ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ആക്ടർ പിന്നീട് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കിങ്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. നമ്മൾ പറയുന്നത് ജയറാമിനെയും ദിലീപിനെയും കുറിച്ചാണ്. 90കളുടെ തുടക്കത്തിൽ ജയറാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഫാമിലി ഹീറോ ആയിരുന്നു. കോമഡി, റൊമാൻസ്, ഫാമിലി ഡ്രാമ, ഏത് ജോണർ എടുത്താലും ജയറാമിന് തുടർച്ചയായി ഹിറ്റ് മൂവീസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു ജയറാം സിനിമ പ്രഖ്യാപിച്ചാൽ തന്നെ വലിയ വാർത്തയായിരുന്നു. ആ സമയത്താണ് മറ്റൊരു യുവാവ് സിനിമയിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ അവസരങ്ങൾ തേടിക്കൊണ്ടിരുന്നത്. മിമിക്രി രംഗത്ത് നിന്ന് വന്ന ദിലീപ്. കരിയറിന്റെ തുടക്കത്തിൽ ദിലീപിന് ലഭിച്ചിരുന്നത് കൂടുതലും സപ്പോർട്ടിംഗ് റോൾസ് ആയിരുന്നു. ഹീറോയുടെ കൂട്ടുകാരൻ, കോമഡി ട്രാക്ക്, അല്ലെങ്കിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കഥാപാത്രങ്ങൾ. സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, കൈക്കുടന്ന നിലാവ്, തൂവൽ കൊട്ടാരം ഇങ്ങനെയുള്ള സിനിമകളിൽ ജയറാം മെയിൻ ഹീറോ ആയപ്പോൾ ദിലീപ് പ്രധാനമായും സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയത്. പക്ഷേ ദിലീപിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു: ടൈമിംഗ്, ഡയലോഗ് ഡെലിവറി, കോമഡി സീൻസ്. അതോടൊപ്പം സാധാരണക്കാരനായ യുവാവിന്റെ ബോഡി ലാംഗ്വേജ്. ഇത് ഫാമിലി ഓഡിയൻസിനും യൂത്ത് ഓഡിയൻസിനും ഒരുപോലെ കണക്റ്റായി. പതിയെ സപ്പോർട്ടിംഗ് റോളിൽ നിന്ന് ലീഡ് റോളിലേക്ക്, ലീഡ് റോളിൽ നിന്ന് സ്റ്റാർ ഹീറോയിലേക്ക്. അങ്ങനെ ദിലീപിന്റെ കരിയർ വളരാൻ തുടങ്ങി. ശേഷം വന്ന സിനിമകൾ പറക്കും തളിക, CID മൂസ, പഞ്ചാബി ഹൗസ്, മീശ മാധവൻ, ചാന്തുപൊട്ട്, കൊച്ചി രാജാവ്, തുടർച്ചയായി ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ. ഒരു സമയത്ത് ദിലീപ് സിനിമകൾ കേരളത്തിലെ ബോക്സ് ഓഫീസിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു. ജനപ്രിയ നായകൻ എന്ന വിശേഷണം വെറും ഒരു ടൈറ്റിൽ ആയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കുടുംബങ്ങളും യുവാക്കളും ഒരുപോലെ തിയേറ്ററിലേക്ക് എത്തിച്ച താരമായിരുന്നു അദ്ദേഹം. അതേസമയം മലയാള സിനിമയുടെ ട്രെൻഡ് മാറുന്നതിനൊപ്പം ജയറാമിന്റെ കരിയറും പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. പുതിയ തലമുറയിലെ നായകന്മാരെത്തി, ഓഡിയൻസിന്റെ ടേസ്റ്റ് മാറി, ഇൻഡസ്ട്രി മാറി. അതോടെ ഒരു കാലത്ത് ജയറാമിന്റെ കൂടെ സപ്പോർട്ടിംഗ് റോൾ ചെയ്തിരുന്ന ദിലീപ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹീറോകളിൽ ഒരാളായി വളർന്നു. ഇനി പറയാൻ പോകുന്നത് ഇതിലും വലിയൊരു കഥയാണ്. 80കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ ഒരു ചോക്ലേറ്റ് ഹീറോ ഉണ്ടായിരുന്നു. പേര് ശങ്കർ. ആ കാലത്ത് യൂത്ത് ഓഡിയൻസിന്റെ ഫേവറിറ്റ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വലിയ ഫാൻ ഫോളോയിങ്. ശങ്കറിന്റെ സിനിമകൾക്ക് വമ്പൻ ഓപ്പണിംഗ് ലഭിച്ചിരുന്ന കാലം. അപ്പോഴാണ് ഒരു പുതിയ പയ്യൻ സിനിമയിലേക്ക് വരുന്നത്. പേര് മോഹൻലാൽ. ആദ്യകാല സിനിമകളിൽ ലാലേട്ടന് കിട്ടിയിരുന്നത് കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളോ ചെറിയ സപ്പോർട്ടിംഗ് വേഷങ്ങളോ ആയിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലുള്ള സിനിമകളിൽ നായകൻ ശങ്കർ ആയിരുന്നു, മോഹൻലാൽ വില്ലൻ. അന്ന് ആരും കരുതിയില്ല ഈ വില്ലനാണ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ പോകുന്നതെന്ന്. ഓരോ സിനിമ കഴിയുന്തോറും മോഹൻലാലിന്റെ അഭിനയത്തിലെ സ്വാഭാവികത, ഡയലോഗ് ഡെലിവറി, ബോഡി ലാംഗ്വേജ് എല്ലാം ഓഡിയൻസിനെ അത്ഭുതപ്പെടുത്തുവാൻ തുടങ്ങി. വില്ലനായി, കോമഡി റോളിലായി, റൊമാൻറ്റിക് ഹീറോ ആയി, ആക്ഷൻ ഹീറോ ആയി. എന്ത് കഥാപാത്രം കൊടുത്താലും അതിനെ സ്വന്തം സ്റ്റൈലിലാക്കുന്ന അപൂർവ കഴിവ്. അങ്ങനെ വളരെ വേഗം മോഹൻലാൽ സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കി. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. അന്ന് ശങ്കർ ഒരു വലിയ താരമായിരുന്നു. പക്ഷെ ഇന്ന് മോഹൻലാലാണ് ഏറ്റവും വലിയ താരം. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മോഹൻലാലിനെ കടത്തി വെട്ടുന്ന ഒരു താരം ഇന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. കൂടെ വന്നവരും കൂടെ നിന്നവരും അവരെയെല്ലാം ചവിട്ടി മുകളിലേക്ക് കയറിയ ഒരുപാട് പേരുണ്ട്. ഇത് അവരുടെ കഥയാണ്.